ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പൂരിയും പൊട്ടറ്റോ കറിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ കുറച്ച് ഗോതമ്പ് പൊടിയും കുറച്ച് മൈദപ്പൊടിയും കുറച്ച് ഉപ്പും വെള്ളമായിട്ടിട്ട് കുഴച്ചെടുത്ത് ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് വിരകി വെച്ച് പിന്നെ അതിനുശേഷം പൊട്ടറ്റോ കറിയും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പൂരിക്ക് വേണ്ടി. അങ്ങനെ അതിലേക്ക് വേണ്ടി ഒരു 3 സവാളയും ഒരു 4 ഉരുളക്കിഴങ്ങും 4-5 പച്ചമുളകും എടുത്തിട്ടുണ്ട്. കാരണം മുളക് പൊടി ചേർക്കുന്നില്ല. അപ്പം അതിലേക്ക് അതിന് പകരം നമുക്ക് കുറച്ചധികം പച്ചമുളക് ചേർക്കാം. ഇങ്ങനെ നല്ലോണം കഴുകി എടുത്തിട്ടുണ്ട്. സവാളയും ഉരുളക്കിഴങ്ങും പച്ചമുളകും ഒക്കെ നല്ലോണം കഴുകി അതൊക്കെ ഇനി ഒന്ന് അരിഞ്ഞെടുക്കണം. നല്ലോണം ഒന്ന് അരിഞ്ഞെടുത്തിട്ട് ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് അതിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുകും കൂടെ ഇട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും പിന്നെ സവാളയും ഉരുളക്കിഴങ്ങും എല്ലാം കൂടെ ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കി കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് അടച്ച് വയ്ക്കണം. അവിടെ ഇരുന്ന് അത് വെന്തോ. പിന്നെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ, അപ്പോഴത്തേക്കും അടുക്കി പിടിക്കാതെ ഇരിക്കും. പിന്നെ പൂരിക്ക് നമ്മൾ കുഴച്ച് വെച്ചിരുന്ന മാവിനെ ഒന്നും ബോൾസാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ഉണ്ടാക്കിയെടുക്കാം. കറിയായ ഉടനെ നമുക്ക് പൂരി ഉണ്ടാക്കാം. അങ്ങനെ ഞാൻ ബോൾസ് ആക്കണുണ്ട്. എല്ലാം ഒന്ന് ബോളാക്കി എടുത്തിട്ട് പിന്നെ ഞാൻ പൊട്ടറ്റോ കറിക്ക് വേണ്ടി കുറച്ച് തേങ്ങ എടുത്തായിരുന്നേ. ആദ്യം തേങ്ങാപ്പാൽ ഒഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പാൽ പിഴിയാനുള്ള മടി കൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ചു ആ തേങ്ങയോടെ അങ്ങ് അടിച്ചെടുക്കാമെന്ന്. അങ്ങനെ ആ തേങ്ങ ഫുള്ളായിട്ട് ഒഴിച്ചിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല. അത് എടുക്കാൻ പറ്റിയില്ല. വീഡിയോ ഓണാക്കി വെച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചു, പക്ഷേ ഓണാക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ അതിലേക്ക് കുറച്ച് ഗരം മസാലയും കുറച്ച് ചിക്കൻ മസാലപ്പൊടി മാത്രമാണ് ഇട്ടത്. വേറെ ഒരു പൊടികളും ചേർത്തിട്ടില്ല. പിന്നെ അരച്ച തേങ്ങയും കുറച്ച് വെള്ളവും കൂടെ ഒന്ന് ഒഴിച്ച് ഇളക്കിയെടുത്തായിരുന്നേ. വേറെ ഒന്നും ചേർത്തിട്ടില്ല. അങ്ങനെ കറിയൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൂരി ഉണ്ടാക്കണം. പച്ചമുളക് അധികം ഇട്ടതുകൊണ്ട് കൊള്ളായിരുന്നു കറി. ഇങ്ങനെ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടെന്ന് തോന്നി കുറച്ച് ഉപ്പും കുറച്ച് വെള്ളവും കൂടെ ഇട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുത്തേ കറി. അങ്ങനെ കറി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൂരി ഉണ്ടാക്കാം. അങ്ങനെ പൂരി ഉണ്ടാക്കാൻ വേണ്ടി ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ചു. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചത്. അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് പൂരി പ്രഷറിൽ വെച്ച് ഓരോ പൂരിയായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ ഓരോ പൂരിയായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ എന്ന് പറയണേ. അങ്ങനെ ഞാനെന്താ കഴിക്കാൻ പോവാണേ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ എടുത്ത് വെച്ചപ്പോഴത്തേക്കുമാണ് ജൂലിയുടെ കൂട് വന്നത്. അങ്ങനെ ജൂലിയുടെ കൂടൊക്കെ വന്നു. സന്തോഷമായി. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായോ ഒന്ന് ലൈക്ക് ചെയ്യണേ.